പ്രൈം ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. രാജേഷ്, നേരത്തെ ശ്രീ പി കെ ശ്രീനിവാസൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ തീർപ്പാക്കാവുന്നൊരു പ്രശ്നത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതിലേക്ക് പോകാവുന്ന സാഹചര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വലിയ സമയം നീട്ടി നൽകൽ എന്ന് ഗവർണർ ആഗ്രഹിക്കുന്നു. ആ ഗവർണറുടെ ആഗ്രഹം ബി ജെ പിയുടെ രാഷ്ട്രീയം അതുതന്നെയാണ്. ആ നിലയിലേക്ക് തമിഴ്നാട്ടിലെ പ്രശ്നം, ഞാൻ മുമ്പ് സൂചിപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങൾ, അരുണാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പും ബി ജെ പി ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട്. കോടതി വിധികൾ തിരിച്ചടിയായിട്ടുണ്ട്. അതേ രീതിയിൽ പണ്ട് കോൺഗ്രസ് പ്രതാപകാലത്തും ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വഴിക്കാണോ ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഗവർണറെ ഉപയോഗിക്കുക, ഭരണത്തിൽ തങ്ങൾക്കിഷ്ടമുള്ളവരെ കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിക്കുക. ശരത്ത്, ഒരിക്കലും ബി ജെ പി ഗവർണറിലൂടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയും ചെയ്യും. തമിഴ്നാട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അജണ്ടയുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞതിൽ ഒരു കാര്യം, ഗവർണർ മഹാരാഷ്ട്രയിൽ വച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, നല്ല മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ ഒരു വാക്കിനെ ചൊല്ലിയാണ് തർക്കമെങ്കിൽ ഞാൻ പറയാം. നിലവിലുള്ള ഒരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ശ്രീ ഒ പനീർസെൽവം മുഖ്യമന്ത്രിയായതിനു ശേഷം വന്ന മൂന്ന് സാഹചര്യം, ഒന്ന് ജയലളിതയുടെ മരണത്തെ തുടർന്നുണ്ടായ തമിഴ്നാട്ടിലൊരു സെൻസിറ്റീവ് ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു, അത് മാനേജ് ചെയ്തു. ഡിമോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ജല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഈ മൂന്ന് സാഹചര്യങ്ങളിലും വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യനെ പോലെ പെരുമാറി കാര്യങ്ങൾ മാനേജ് ചെയ്ത ഒരു മുഖ്യമന്ത്രി. മുൻപ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ജയലളിതയുടെ അതേ ശൈലം തന്നെ തുടർന്നൊരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു നല്ല വാക്ക് ഒരു ഗവർണർ പറഞ്ഞു എന്ന് കരുതിയിട്ട് അതിനെ വെച്ച് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുന്നത് പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. എനിക്ക് രാജേഷ് പറഞ്ഞതിനോട് യോജിക്കാനാവില്ല. കാരണം രാജേഷ്, ഇത്തരം തർക്ക പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു തർക്ക വിഷയത്തിൽ ഒരു കക്ഷിയാണ് അദ്ദേഹം. ആ കക്ഷിക്ക് വേണ്ടിയാണ് ആ വാചകം. അത് വലിയ നിലയ്ക്ക് ഗൗരവമായി എല്ലാവരും കണ്ടു. ഇതെല്ലാം താങ്കൾ പറഞ്ഞല്ലോ. രാജേഷിനോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ജല്ലിക്കെട്ട് വിഷയത്തിൽ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ വളരെ വിമർശനപരമായി ഭരണത്തിൻ്റെ തലവനായി മാറുകയായിരുന്നു അദ്ദേഹം, പനീർസെൽവം. കാരണം അവിടുത്തെ വികാരം മുഴുവൻ അതിനെതിരായിരുന്നു. ഇതിൻ്റെ ദേശീയമായ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ ബി ജെ പിക്ക് നേലും വലിയ വിമർശനമുണ്ടായിരുന്നു, വലിയ വികാരമുണ്ടായിരുന്നു. ഈ വളരെ സമർത്ഥമായി ആ കാലയളവിലാണെന്ന് ആലോചിക്കണം ശശികല പനീർസെൽവത്തെ മാറ്റാൻ രാഷ്ട്രീയമായൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അവിടെയാണ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പനീർസെൽവത്തെ പിന്നീട് ബി ജെ പി ഏറ്റെടുക്കുന്നത്. ഒരു കാലത്തുമില്ലാത്ത ധൈര്യം എങ്ങനെയാണ് പനീർസെൽവത്തിന് ഉണ്ട്? നമ്മളിപ്പോൾ വലിയ ആരാധ്യ പുരുഷനായിട്ടൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ബി ജെ പിയുടെ സപ്പോർട്ടിൻ്റെ പുറത്ത് കാട്ടുന്നൊരു ധൈര്യമല്ലാതെ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു ആർജവം ഏതെങ്കിലും കാലത്ത് കാഴ്ചവെച്ചിട്ടുള്ളയാളാണോ? അല്ല ശരത്ത്, ഏത് പ്രവൃത്തിയുടെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുള്ള പ്രത്യക്ഷമായോ പരോക്ഷമായുള്ള ഏത് പ്രവൃത്തിയുടെ പേരിലാണ് ശരത്ത് ബി ജെ പി പനീർസെൽവത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്? എനിക്ക് ആ പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ അതിനോട് യോജിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിയോജിക്കണം. മറ്റൊരു കാര്യമുള്ളത്, എം എൽ എമാരുടെയും എം പിമാരുടെയും എണ്ണത്തിൻ്റെ പേരിലാണ് ബി ജെ പി ശ്രമം നടത്തുന്നതെങ്കിൽ ബി ജെ പിക്ക് കൂടെ നിർത്തേണ്ടത് ശശികലയല്ലേ? 50 എം പിമാരും 129 എം എൽ എമാരും കൂടെയുള്ള ശശികലയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ബി ജെ പി സഹായിച്ചു കഴിഞ്ഞാൽ ആ ശശികലയിലെ കൂടെ നിർത്തുന്നതല്ലേ കൂടുതൽ എളുപ്പം? ഈ 5 എം എൽ എമാർ മാത്രമുണ്ട് എന്ന് പറയുന്ന പനീർസെൽവത്തെ സഹായിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ബി ജെ പിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, പക്ഷേ അത് ഈ ശശികലയിലൂടെയോ പനീർസെൽവത്തിലൂടെയോ അല്ലാതെ ബി ജെ പിയുടെ പ്രവർത്തനത്തിലൂടെ ബി ജെ പി രാഷ്ട്രീയമായി അത് ഇന്നോ നാളെ സാധിക്കുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കില്ല. അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരമായി ശ്രമം നടത്തുകയാണ്. ശരിയാണ്, രാജേഷ് പറഞ്ഞ പോലെ ഈ രണ്ട് കൂട്ടരോടും താല്പര്യം ഉണ്ടായിട്ടായിരിക്കില്ല. പക്ഷേ അതിനിടയിൽ ഒരു ഭിന്നത വരുന്നത്, അതിലൂടെ സംഭവിക്കുന്ന ശിഥിലീകരണം തന്നെയാണ് നിങ്ങളും ലക്ഷ്യം വെക്കുന്നത്. ശശികല കൂടി ആഗ്രഹിക്കണ്ടേ? തങ്ങൾ ജയലളിതയും അങ്ങനെ ആയിരുന്നല്ലോ. നേരിട്ടൊരു വലിയ ബന്ധത്തിലേക്ക് ബി ജെ പിയുമായി പോകാൻ, നരേന്ദ്രമോദിയുമായി പുതിയ സാഹചര്യത്തിൽ പോകാൻ ജയലളിത തന്ത്രപരമായ ഒരു അകലം തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. അതേ ശൈലിയിലായിരിക്കും ഒരുപക്ഷെ ശശികലയും കാത്തു സൂക്ഷിച്ചത്. അവിടെയാണ് ബി ജെ പിയുടെ താല്പര്യങ്ങളിലേക്ക് പനീർസെൽവം വന്നു വീണിട്ടുണ്ടാവുക. അതാണല്ലോ ഫെബ്രുവരി 5-ന് ഈ ഒപ്പിട്ട് കൊടുക്കുന്ന ദിവസമില്ലാത്തൊരു പനീർസെൽവത്തിൻ്റെ മനസാക്ഷിക്കുത്ത് വളരെ പെട്ടെന്ന് വരിക, മറീന ബീച്ചിലെ ഒരു വലിയ ഡ്രാമ ക്രിയേറ്റ് ചെയ്യപ്പെടുക. സ്വാഭാവികമായും അതിനൊരു വലിയ ജനപിന്തുണ മറ്റൊരു തലത്തിലുണ്ടാവും. പക്ഷേ ജനാധിപത്യപരമായി ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന രീതികൾക്കല്ലേ ഗവർണർ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ക്ഷേമം ജേക്കബ്, ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഒന്ന്, കാവൽ മുഖ്യമന്ത്രിയെ രാജി പിൻവലിച്ച സാഹചര്യം മുൻപുണ്ടായിട്ടില്ല. വിവേചനാധികാരം ഗവർണർക്ക് ഇക്കാര്യത്തിൽ ഉപയോഗിക്കാമോ? രണ്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നു. മാത്രമല്ല ഒപ്പിൽ തർക്കം, ഈ എം എൽ എമാരുടെ ഒപ്പ് പലതും തർക്കിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇട്ടതല്ല, സമ്മർദ്ദത്തിൻ്റെ പുറത്തിട്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഗവർണർക്ക് വേഗത്തിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരതയും പ്രതിസന്ധിയും സൃഷ്ടിക്കാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ഗവർണർക്ക്. ഈ ഒപ്പിട്ട ആളുകൾ ആരാണ്, എന്താണ്, അവരെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഏജൻസിനെ ഉപയോഗിക്കാം, അതിന് പോലീസിനെ ഉപയോഗിക്കാം. പെട്ടെന്ന് ഇതൊക്കെ സമയം ഒരു പ്രധാന ഘടകമാണ്. 30 ദിവസം വരെ എടുക്കുന്നതിന് കുഴപ്പമില്ല ഗവർണർക്ക് അത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ. പക്ഷേ ഇത് തമിഴ്നാട്ടിലെ ആളുകളുടെ വികാരവും ദ്രവീഡിയൻ പാർട്ടികളുടെ പാരമ്പര്യവും ഒക്കെ നോക്കിയാൽ അവിടെ രാഷ്ട്രീയം ഗവർണറും കൂടെ കൂട്ടി ചേർത്താൽ അത് ശരിയാവുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം അസംബ്ലിയിൽ തെളിയട്ടെ. അത് പോയോ, തെളിയുന്നില്ലേ, അടുത്തയാളിനെ വിളിക്കുക. ആരെയും റൂൾ ഔട്ട് ചെയ്യണ്ടല്ലോ. ശശികല വിളിക്കുന്നു, പോകുന്നു, പന്നീർസെൽവത്തെ വിളിക്കുന്നു, ഒരു പ്രയാസവുമില്ല. ഇത് ആ നിലയിലാണ് കൊണ്ടുപോകേണ്ടത്. ഇത് രാജ്ഭവനിൽ ഇത് ഇട്ട് അലക്കേണ്ട കാര്യമില്ല. ഇത് നിയമസഭയിൽ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ശ്രീ പി കെ ശ്രീനിവാസൻ, റൈറ്റ്, തീർച്ചയായും. ശ്രീ പി കെ ശ്രീനിവാസൻ, ഇവിടെ ശശികല ക്യാമ്പ് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ഗവർണർ, ഇപ്പോൾ അവർ ഏതാണ്ട് ചിന്നമ്മയുടെ ജയിലിൽ കഴിയുന്ന 130 MLA-മാരുണ്ടല്ലോ, അത് വലിയ ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ജയലളിതയുടെ തോഴിയായിരുന്നുവെങ്കിൽ അവരേതാണ്ട് ഒരു 130 ഭൃത്യന്മാരെ സൃഷ്ടിച്ചിരിക്കുകയാണ്, MLA-മാരായ ഭൃത്യന്മാരെ. അവർക്ക് ഫോണില്ല, അവർക്ക് ഇൻ്റർനെറ്റ് ഇല്ല, അവർക്ക് മറ്റാരുമായും ബന്ധപ്പെടാനാകാത്ത വിധം ഒരു ജയിൽ രൂപപ്പെടുത്തി അതിൽ കൊണ്ട് തളച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും അവർ വിചാരിച്ചത് ഗവർണർക്ക് മുമ്പിൽ ഇവരുടെ തലയെണ്ണി കാണിച്ചു കൊടുക്കാം എന്നതായിരുന്നു ഇന്നലെ അവരുടെ ഒരു പ്രതീക്ഷ. അതാണോ ഗവർണർ വേഗത്തിൽ നടപ്പാക്കാതെ സമയം വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചത്? ഒന്ന്. രണ്ട്, ആ പാർട്ടിക്കകത്ത് സംഭവിക്കുന്ന എന്താണ്? ഇപ്പോൾ നത്തം വിശ്വനാഥൻ, മൈത്രേയൻ, മധുസൂദനൻ, പാണ്ഡ്യൻ അടക്കം ഒരു നേതൃനിര രൂപപ്പെടുന്നുണ്ട്. തലൈവരായി ഇപ്പോൾ പനീർശെൽവം, OPS നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരെയും ഘടകങ്ങളെയും ഒപ്പം നിർത്താനുള്ള ഒരു പരിശ്രമവും ആ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് സജീവവും ശക്തവുമാണോ തമിഴ്നാട്ടിൽ? ശരിക്ക് ഒരു ജയലളിതയുടെ ആ സംഘത്തിൽപ്പെട്ട ഈ ശശികല ഒരു കുതിരക്കച്ചവടത്തിൻ്റെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം MLA-മാരെ മാറ്റി പാർപ്പിക്കാനും ഒളിപ്പിക്കാനും 3 ദിവസമായി MLA-മാരെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് ചോദിക്കാൻ ഇവിടെ ആരുമില്ല, പോലീസില്ല, കോടതിയില്ല, ഒന്നുമില്ല. കോടതി തന്നെ ഇപ്പോൾ സജഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് BJPക്ക് പറ്റിയൊരു ചെറിയ അപകടമാണിത്. അതായത് ശശികലയും നടരാജനെയും എപ്പോഴും കൂറ് പുലർത്തുന്നത് കോൺഗ്രസിനോടാണ്. ആ കോൺഗ്രസ് അവരെ പിന്തുണയ്ക്കുന്ന സ്ഥിതിക്ക് BJPക്ക് മാറി നിൽക്കാനേ പറ്റൂ. അപ്പോൾ പനീർശെൽവത്തിന്, ഞാനിപ്പോൾ 2 ഗ്രൂപ്പിലും എനിക്ക് യാതൊരു പങ്കാളിത്തമില്ല, ഞാൻ രണ്ടുപേരും അംഗീകരിക്കുന്നുമില്ല. അവിടെ ശരിക്കും പനീർശെൽവത്തിനെ ഗ്രൂപ്പിനെ ഒരല്പം സ്വാധീനിച്ച് കുറച്ച് MLA-മാരെ അവിടുന്ന് അടർത്തിയെടുക്കാൻ സാധിക്കും, അതുവഴി BJPക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്താഗതി വന്നു. അതാണ് കേന്ദ്രവുമായിട്ട് ആലോചിച്ചിട്ട്, കേന്ദ്ര നേതാക്കളുമായി ആലോചിച്ചിട്ട് ഗവർണർ കളിച്ചത്. അത് നമുക്ക് വളരെ പ്രകടമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ MLA-മാരെ തട്ടിക്കൊണ്ട് പോയിട്ട് അവർ തന്നെ നിരാഹാരമിരിക്കുന്ന ഒരു വാർത്ത വരുന്നു. അവരുടെ മൊബൈലില്ല, വൈഫൈ ഇല്ല, ഒന്നും തന്നെ ഇല്ല. അതിൽ ഏതോ ഒരു MLA-യുടെ ഭാര്യ പോയിട്ട് ഭർത്താവ് പോയിട്ട് കോടതി കേസ് കൊടുത്തു, ഹേബിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല, ഭാര്യയെ ഓരോരുത്തരും രംഗത്ത് വരികയാണ്. ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഗവർണർ. ഈ ഗവർണർ ഇവിടെ ഭരണമില്ല, ഒരു ആക്ടിംഗ് മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിമാ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത് പനീർശെൽവം. അങ്ങനെയൊക്കെ ഉത്തരവിടാൻ സിറ്റി പോലീസ് കമ്മീഷണർ മാറ്റി. അതുപോലെ പോലീസ് കോടതിയിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ചിട്ട് ജയിലറുടെ മരണത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഉത്തരവിടുന്നു. ഇതൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ആക്ടിംഗ്, ഒരു കാവൽ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുമല്ല ഈ ഗവർണർ സമ്മതിച്ചു കൊടുക്കുകയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഇത് തെറ്റായ ജനാധിപത്യ ക്രമമാണ്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണത്, അല്ലാതെ വേറെ ഏതെങ്കിലും റിമോട്ടായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യമല്ല. നമുക്ക് നമ്മുടേതായ ചില നിലപാടുകളുണ്ട്, നമുക്ക് സാധ്യതകളുണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഗവർണറെ വെച്ച് കളിക്കാനുള്ള ഈ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളാണ് ഇവിടെ കാണുന്നത്. റൈറ്റ്. നന്ദി ശ്രീ പി കെ ശ്രീനിവാസൻ, ഞങ്ങളോട് ചെന്നൈയിൽ നിന്നും സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ വളരെ ശക്തമായി തന്നെ പങ്കുവച്ചതിനും. ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് രാംകുമാർ, അധികാരത്തിൻ്റെ ആർത്തി പൂണ്ട ആളുകൾ, നേതാക്കളെന്ന് നമ്മൾക്ക് അവരെ വിളിക്കേണ്ടി വരും, നിലയും വിലയും ഇല്ലാത്ത ആളുകൾ എന്തും ചെയ്യാം. പക്ഷേ അതല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം, മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ടയാൾ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, നമ്മളെ സംബന്ധിച്ച് വളരെ രസകരമായ ജനാധിപത്യ കാഴ്ചകളാണിത്, വളരെ ഗൗരവമുള്ളതാണെങ്കിൽ പോലും അതിൽ
എന്താണ് യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പാടില്ലാത്തതും? ഈ നമ്മുടെ ഭരണഘടനയുടെ 163 അനുച്ഛേദം അനുസരിച്ച് ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ജനപ്രതിനിധികളാണ്, പക്ഷെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണർക്ക് മുഖ്യമന്ത്രിയെ നിയമിക്കണമെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭയോടുള്ള വിധേയത്വം, വിശ്വാസമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട്. പക്ഷെ ഇവിടെ തമിഴ്നാട്ടിൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന പ്രശ്നം, നിലവിലുള്ള മുഖ്യമന്ത്രിയെ രാജിവെപ്പിച്ച് പാർട്ടിയിൽ ഒരു അംഗം പോലും അല്ലാത്ത ഒരാളെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് ഗവർണർ അംഗീകരിച്ചാൽ മതിയാവും. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരെ നേതാവായി തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ട അവകാശം ഭാഗ്യവശാലോ നിർഭയവശാലോ ഗവർണർക്കില്ല, അത് രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ മുഖ്യമന്ത്രിയാക്കുന്നതിന് മുമ്പ് ഗവർണർക്ക് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ആളെ സമ്മർദ്ദം ചെലുത്തിയോ വ്യാജമായോ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചോ, പ്രത്യേകിച്ചും ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന ഒരാള് അതുപോലെ ഒരു പരാതി ഉന്നയിച്ചാൽ. സമ്മതിച്ചു അഡ്വക്കേറ്റ് രാംകുമാർ, അത് നിയമപരമായ പ്രശ്നത്തിനോടൊപ്പം ഒരു തെളിവെടുപ്പ് സ്വഭാവത്തോടുകൂടി ഗവർണർ കണ്ടെത്തേണ്ടതാണ് എങ്കിൽ ഗവർണർ ചെയ്യേണ്ടത് എന്താണ്? ഗവർണർ ഇപ്പോൾ MLA-മാരുടെ ഒപ്പ് സംശയാസ്പദമാണെന്ന് പലരും പറയുന്നു. മാത്രവുമല്ല, ഇവർ ശശികലയുടെ സംരക്ഷണയിലോ നിയന്ത്രണത്തിലോ തടവിലോ ആണ്, ഇത്രയും വ്യക്തമാണ്. അങ്ങനെ വന്നാൽ ഗവർണർ തെളിവുപരമായി അക്കാര്യത്തിൽ ചെയ്യേണ്ടത് എന്താണ്? സമയം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതെ. അതല്ല, നീട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. കാരണം 163(2) അനുച്ഛേദം അനുസരിച്ച് ഗവർണർക്ക് സമയപരിധി നിർണയിച്ചിട്ടില്ല. ഇതെല്ലാം ഒരു ജനാധിപത്യ മര്യാദയാണ്. സാധാരണ രീതിയിൽ എല്ലാം നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ അടങ്ങുന്നതല്ല. കാരണം ഒരു സംസ്ഥാനത്ത് ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണർ ജനാധിപത്യ മര്യാദയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും പൊതുജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, നിലവിലുള്ള മുഖ്യമന്ത്രി ഗവർണറുടെ അടുത്ത് നിന്ന് പരാതി പറയാണ്, ശരി, എൻ്റെ രാജിക്കത്ത് വ്യാജമാണ്. ആ വ്യാജമാണ് എന്ന് പറയുന്നതിനോടൊപ്പം 130 MLA-മാരുടെ സഹായമുണ്ട് ഒരു സ്ത്രീ അവകാശപ്പെടുന്നതും വ്യാജമാണ് എന്ന് പറയുന്നു. ഇത് രണ്ടും പരിശോധിക്കേണ്ട ചുമതല ഗവർണർക്കുണ്ടോ? അത് ശ്രീ രാംകുമാർ, നേരത്തെ മുൻ ഗവർണറായ ശ്രീ MM ജേക്കബ് ഒക്കെ പറഞ്ഞതല്ലേ, അതിനൊരു സംവിധാനം താങ്കൾ പറഞ്ഞതുപോലെ ഉണ്ട്. ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്, കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്നയാളിൻ്റെ രാജി എങ്ങനെ പിൻവലിക്കാം, സാധ്യമല്ല എന്ന് പറയുന്ന ഒരു നിയമപരമായ അഭിപ്രായവും നമ്മുടെ നാട്ടിൽ പ്രബലമാണ്. അങ്ങനെ വന്നാൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാം, അല്ലെങ്കിൽ MLA-മാരെ രാജ്ഭവനിൽ എത്തിക്കുക എന്നതൊക്കെ പറയുന്ന പോലുള്ള നടപടികളിലേക്കൊന്നും ഗവർണർ പോകാതെ യഥാർത്ഥത്തിൽ MLA-മാരെ അടർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമയം സൃഷ്ടിച്ചു കൊടുക്കലായി മാറില്ലേ അത്? സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം, അതതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഗവർണറുടെ റോളാണ് പ്രശ്നം. അങ്ങനെയല്ല, ഗവർണർ ആരോട് വിശ്വാസ വോട്ട് തേടാൻ പറയും? ശ്രീ പനീർശെൽവത്തിനോടാണോ അതോ ഒരു അംഗം പോലും അല്ലാത്ത ശശികലയോടാണോ? ആരോട് വിശ്വാസ വോട്ട് തരാൻ പറയും? തീർച്ചയായിട്ടും വിശ്വാസ വോട്ടാണ് അന്തിമമായ വാക്ക്. ജനങ്ങളുടെ പ്രതിനിധികളായ MLA-മാരുടെ വോട്ടാണ് ജനാധിപത്യത്തിൽ. സമ്മതിച്ചു. ഈ ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ, പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ആരോടാണ് ഗവർണർ വിശ്വാസ വോട്ട് തേടാൻ പറയാൻ സാധ്യതയുള്ളൂ നിയമപരമായി? ഞാൻ അതിലേക്ക് വരികയാണ്, അപ്പോഴാണ് താങ്കൾ തടസ്സപ്പെടുത്തിയത്. റൈറ്റ്. ഗവർണറുടെ ചുമതല ആരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് നിർണയിച്ച് വേണമെങ്കിൽ ഒരാളെ നിർണയിക്കാം. പക്ഷേ ഒരു ഉപാധിയോടുകൂടി മാത്രം. സഭയുടെ വിശ്വാസം ഇത്ര മണിക്കൂറിനകം, ഇത്ര ദിവസത്തിനകം തേടിയെടുക്കണം എന്ന് വിശ്വാസമില്ലാതെ ഒരു ഗവർണർക്കും ഒരാളെ നിയമിക്കാൻ പറ്റില്ല. ശരി, ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ നിലവിലുള്ള മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എൻ്റെ രാജി വ്യാജമാണ്, എന്നെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണ്,
ഞാൻ മനസ്സാലെ രാജിവെച്ചിട്ടില്ല. ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് അന്വേഷിക്കേണ്ട ബാധ്യതയില്ലേ? പ്രത്യേകിച്ചും ഇത് ചെയ്ത ആള് ഒരുപാട് ഒപ്പുകൾ കൊണ്ടുവന്ന് ഗവർണറുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ ഒപ്പുകളും വ്യാജമാണോ എന്ന് പരിശോധിക്കാതെ ആരോട് വിശ്വാസ വോട്ട് ശരി, തേടാൻ നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് രാംകുമാർ, അവസാനമായ ഒരു കാര്യം, ഈ രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പരിരക്ഷ ഒരു കാവൽ മുഖ്യമന്ത്രിക്ക് കിട്ടുമോ? അങ്ങനെ പരിരക്ഷ ഇല്ല എങ്കിൽ പന്നീർസെൽവത്തിൻ്റെ വാദത്തിന് നിയമപരമായ പിൻബലമില്ല, രാജി പിൻവലിക്കാനാകില്ല. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ ഒപ്പുകളുടെ പ്രശ്നം, ഒപ്പാണ് തർക്ക പ്രശ്നം. എന്നാൽ ജനാധിപത്യപരമായി ആ പാർട്ടിയുടെ MLA-മാരുടെ പിന്തുണ ശശികലയ്ക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് നിലനിർത്താൻ വേണ്ടി അവർ പല കളികളും കളിക്കുന്നുണ്ടാവാം. ഗവർണർ അത്തരമൊരു സാഹചര്യത്തിൽ ഭൗതികമായി ചെയ്യേണ്ടത് എന്താണ്? താങ്കള് ഊഹിക്കുന്നത് മുഴുവൻ ശരിയല്ല. എല്ലാ MLA-മാരുടെയും പിന്തുണ ശശികലയ്ക്ക് ഉണ്ട് എന്നുള്ള താങ്കളുടെ ധാരണ തികച്ചും ശരിയല്ല. കാരണം അവരിൽ പലരും ഉപവാസം ഇരിക്കണോ എന്നൊക്കെ വാർത്തകൾ വരുന്നു. അതാണ് പ്രശ്നം അഡ്വക്കേറ്റ് രാംകുമാർ. അത് റിപ്പോർട്ടുകളാണ്, മാധ്യമ റിപ്പോർട്ടുകളാണ്, അതിന് അതിൻ്റെതായ ആധികാരികതയുണ്ട്. പക്ഷേ ഫെബ്രുവരി 5-ന് ചേർന്ന ഒരു പാർട്ടി OPS രാജിവെച്ചതിന് തൊട്ട് ചേർന്നാണ് ആ പാർട്ടിയുടെ ഒരു ഇതിൽ ശശികലയെ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ട് MLA-മാർ ഒപ്പിട്ട്, സ്പീക്കർ ഒഴികെ ഒപ്പിട്ട് കൊടുത്തൊരു കത്ത്. ഗവർണറുടെ മുമ്പിൽ അത് ആധികാരികവുമാണ്. അതിലാണ് വ്യാജനുണ്ട്, തെറ്റുണ്ട് എങ്കിൽ അത് കണ്ടെത്തേണ്ടത്. അതല്ല, അത് ആധികാരികമാണ് എന്ന് താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് ഒരു പാർട്ടി കൊടുത്ത കത്ത് എന്ന നിലയ്ക്കാണ്. നമ്മുടെ നിലയിൽ തുടരുന്ന ഒരു കീഴ്വഴക്കമനുസരിച്ച് മുഖ്യമന്ത്രി രാജിവെക്കുന്നു, പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു, MLA-മാർ ഒപ്പിട്ട് ഗവർണർക്ക് കൈമാറുന്നു. അന്നില്ലാത്ത തർക്കമാണ് പനീർസെൽവം പിന്നെ പറഞ്ഞത്. അവിടെയാണ് സംശയം ഉയരുന്നത്. നേരത്തെ ശ്രീ ശങ്കരനാരായണൻ പറഞ്ഞത് ആ വാദവും ഫ്ലിംസി ഗ്രൗണ്ടാണ്. OPS പറയുന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം. അത് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പറയുന്നു, എന്നെ നിർബന്ധിച്ച എന്ന് പറയുന്നതും സംശയാസ്പദമാണ്. ശരിയാണ്. പക്ഷേ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായ താങ്കളുടെ ഓർമ്മ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. അരുണാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കള്ളൊപ്പിട്ടു എന്നൊരു ആരോപണം മുഖ്യമന്ത്രിമാരും സ്പീക്കർമാരും ഉന്നയിച്ചല്ലോ. അത് അവസാനം കോടതിയിലും സുപ്രീം കോടതിയിലും തീരുമാനിക്കേണ്ടി വന്നില്ലേ? അപ്പൊ അതിന് പകരം ഗവർണർക്ക് ഈ കള്ളപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു അവസരം കൊടുക്കണ്ടേ? ആ അവസരം വിനിയോഗിക്കുന്നത് BJP-യുടെ ഏജന്റായി സമയം കൊടുക്കലാണ് എന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാടെടുക്കുന്നത് 100% ശരിയാണ്. ശരി, ഞാൻ ചോദിച്ചത്, ഈ ഒപ്പ് പരിശോധിക്കുക എന്ന് പറയുന്നത് രേഖാപരമായി തെളിവുപരമായ നടപടികളാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതോ സഭയിൽ താങ്കൾ പറഞ്ഞ വിശ്വാസ വോട്ട് ആര് തേടും എന്നൊരു പ്രശ്നം തീരുമാനമെടുക്കുന്ന പ്രശ്നത്തിലുണ്ട്. ഈ ഒപ്പിന്റെ നിജസ്ഥിതി ഗവർണർ എങ്ങനെയാണ് കണ്ടെത്തുക? സത്യത്തിൽ വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. കാരണം ഗവർണറുടെ മുമ്പിൽ ആര് വിശ്വാസ വോട്ട് തേടണം എന്നുള്ളൊരു സങ്കീർണമായ പ്രശ്നമാണ്. അത് തീരുമാനിക്കേണ്ടത് ശ്രീ പനീർശെൽവത്തിന്റെ ഒപ്പ് വ്യാജമായിട്ടോ സമ്മർദ്ദം മൂലമായിട്ടാണോ എന്ന് ഗവർണർ കണ്ടാൽ ആ രാജിക്കത്ത് നിരസിച്ചുകൊണ്ട് പനീർശെൽവത്തിനെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കുകയും അദ്ദേഹത്തോട് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടാൻ നിർദ്ദേശിക്കാൻ ഗവർണർ ചെയ്യുകയുമാണ് യഥാർത്ഥമായ ജനാധിപത്യ നടപടി. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് രാംകുമാർ. ഏതായാലും വലിയ സങ്കീർണമായ നിയമപരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഉയരുന്നത്. ഗവർണർ എടുക്കുന്ന കാലതാമസം, തീരുമാനമെടുക്കാൻ നീളുന്നത് രാഷ്ട്രീയമായി ഒരു തരത്തിൽ വിമർശിക്കപ്പെടുന്നു. പക്ഷേ പഴുതുകൾ അടച്ചുള്ള തീരുമാനമെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന ഈ ചർച്ചയിലടക്കം പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് അത്തരവും വളരെ പ്രസക്തമായ നിരീക്ഷണം ഉയർന്നു. ഏതായാലും ജനാധിപത്യമാണോ അതോ കുതിരക്കച്ചവടമാണോ നടക്കുന്നത് എന്ന ചോദ്യം, MLA-മാരെ ജയിലിൽ എന്ന പോലെ പാർപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, മുഖ്യമന്ത്രി തന്നെ തൻ്റെ സമ്മർദ്ദത്തിലാക്കി ഒപ്പുവെച്ചു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള പരാതികൾ, എങ്ങനെയാണൊരു ജനാധിപത്യപരമായ തീരുമാനത്തിലേക്ക് ഗവർണർ പോവുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. വളരെയധികം നന്ദി. VV രാജേഷ്, ശ്രീ MM ജേക്കബ്, K ശങ്കരനാരായണൻ, അഡ്വക്കേറ്റ് രാംകുമാർ, ഒപ്പം ശ്രീ PK ശ്രീനിവാസൻ ഞങ്ങളോട് സഹകരിച്ചതിന്, പ്രൈം ഡിബേറ്റിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.